ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ പല അടിച്ചു കീറി അവരോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തി പിടിച്ചു. ഇത് മറ്റേ ജാഫർക്കയും ഗബ്രിയല്ലേ? ഈ ഗബ്രിയല്ലേ കഴിഞ്ഞ ദിവസം ജാഫർക്ക എന്തോ ഒരു തെറി പറഞ്ഞൊരു വോയിസ് നമ്മൾ കേട്ടത്? ഇവരൊന്നിച്ചാ? നല്ല കാര്യം ജാഫർക്ക, നല്ല കാര്യം. അങ്ങനെ ഒരുപാട് നാൾ നമ്മളൊരു പെർമനന്റ് ആയിട്ട് ഒരു ശത്രുവിനെ വെച്ചിട്ടിരിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല. നിങ്ങൾ ഒന്നിച്ച് വളരെ വളരെ നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും അല്ല പോകുന്നത്, നമ്മൾ വേറൊരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. നമ്മുടെ നന്മവരം സായി ബിഗ് ബോസിൽ പോയി മാർഗം കൂടി മാനസാന്തരപ്പെട്ട നമ്മുടെ സായി ബിഗ് ബോസിൽ പോയിട്ട് നല്ല കാര്യങ്ങൾ പഠിച്ചു, നല്ലവനായി ഇനി ശാന്ത സ്വരൂപനായിട്ട് മാത്രം ജീവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സായി ഇനി സായി അല്ല കണ്ണൻ സായിയെ കുറിച്ചാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. കണ്ണൻ സായി ആദ്യമൊക്കെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പൊക്കെ കാറിനകത്ത് കയറുന്നത് ഭയങ്കര വെല്ലുവിളിയും ഭയങ്കര അലമ്പുമായിരുന്നു. ആരുടെ മറ്റണം ഞാൻ ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയും ഭയങ്കര ബഹളവുമായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ പോയപ്പോൾ ഒരു ഉൾവിളി കിട്ടി. സായി, നമ്മുടെ കണ്ണൻ സായി അതിൽ നിന്ന് മാറുകയായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, ഞാൻ ഇനി ആരെയും വെല്ലുവിളിക്കുകയില്ല, ഞാൻ ഇനി നല്ല രീതിയിൽ ജീവിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് 5 ലക്ഷവും എടുത്തുകൊണ്ട് ഇറങ്ങി വന്ന നമ്മുടെ കണ്ണൻ സായിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കണ്ണൻ സായി ഈ ഒരു വെല്ലുവിളിക്കുമില്ല, ഒന്നിനുമില്ല. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി എൻ്റെ വീഡിയോ വരുന്നത്. നല്ല രീതിയിലായിരിക്കും എൻ്റെ വീഡിയോസ്. ഞാൻ ആരെയും വെല്ലുവിളിക്കില്ല, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ എൻ്റെ ചീത്ത സ്വഭാവങ്ങളെല്ലാം മാറ്റി എന്ന് പറയുന്ന സായി ചെറുതായിട്ട് ഇപ്പോൾ കാറിൽ വന്നിട്ട് ഒന്നും കൂടി വെല്ലുവിളി തുടങ്ങിയോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ മാത്രം ചെയ്യുന്നൊരു വീഡിയോയാണ് നമ്മളിത്. അപ്പോൾ നമുക്ക് സായിയുടെ ആ ചെറിയൊരു വെല്ലുവിളി നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കണമല്ലോ സായിയോട് പറഞ്ഞല്ലോ, സായി നീ ചെയ്യുന്നത് തെറ്റാണ്, നീ മാനസാന്തരപ്പെട്ട കുട്ടിയാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സായി എന്ന് നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഉപദേശിച്ച് കൊടുക്കണ്ടേ. അപ്പം ആ സായിയുടെ ആ ചെറിയ ആ ഒരു വെല്ലുവിളിയെ നമുക്കൊന്ന് തിരുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സായിയുടെ ആ വെല്ലുവിളി വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അല്ലേ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ സീക്രട്ട് ഏജന്റ് ആണോ അതോ വേറെ ഏതെങ്കിലും ഏജന്റ് ആണോ എന്നുള്ളത്. നിങ്ങളായിട്ട് എനിക്കൊരു ഏജന്റ് എന്നൊരു പേര് തന്നിട്ടുണ്ടായിരുന്നു, ജാഫർ ഏജന്റ്. ജാസ്മിന്റെ ഉപ്പോടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ ജാഫർ ഏജന്റ് അല്ല, ജാഫർ ഏജന്റ് സിജോ ഏജന്റും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതെ, വരാം. ഓക്കെ, കുറച്ച് നല്ല ആൾക്കാരുണ്ട്. വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലതാണെങ്കിലേ വിമർശിക്കാം. അങ്ങനെയുള്ളവർക്ക് വിമർശിക്കാം. മറ്റേ പരിപാടി ചെയ്യരുത്, അടുപ്പിൽ ഊതുന്ന പരിപാടി ചെയ്ത പറയുന്നുണ്ട്. ഓക്കെ, ബൈ. ൂതുന്നവന്റെ ആസനത്തിൽ അതിവിടെ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവരുടെ തുടർന്നുള്ള ഇപ്പം ഇതൊരു ട്രെയിലർ ആണല്ലോ, വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ട്രെയിലർ ആണല്ലോ. അപ്പോൾ ട്രെയിലറിന് ശേഷമുള്ള വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റൂ ഈ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുക എന്നുള്ള ഡയലോഗ് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ സായിയെ ഒന്ന് ജസ്റ്റ് തിരുത്താൻ വേണ്ടി വന്നതാണ്. അപ്പം സായി പറഞ്ഞിരിക്കുന്നത്, സായിയും ജാഫർക്കയും കൂടി പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, വിമർശിക്കാം, പക്ഷേ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ വിമർശിക്കുന്നവർ ശരിയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ജാഫർ ഏജന്റ് എന്നാണ് ഇപ്പോൾ നമ്മുടെ സായി സീക്രട്ട് ഏജന്റിനെ അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ സീക്രട്ട് ഏജന്റ് അവിടെ പോയിട്ട് വന്ന് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോയുടെ അടിയിൽ മുഴുവൻ എൻ്റെ പൊന്നെ ഒരു പോസിറ്റീവ് കമൻറ്റ് കാണിക്കുന്നവർക്ക് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതാണ്. നമ്മുടെ ഗീവ് അവേ ആണത് കേട്ടോ. ഒരൊറ്റ എണ്ണയില്ല, എല്ലാത്തിൻ്റെ അടിയിലും വന്നിട്ട് സായിക്ക് പള്ളിവിളി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ എന്നാതെറിയാണോ ഇവൻ കേൾക്കുന്നത്, എന്നാതെറി. നേരത്തെ വരുന്ന കമൻറ്റിലൊക്കെ സായി റിപ്ലൈ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം മാനസാന്തരപ്പെട്ടതുകൊണ്ട് റിപ്ലൈയും ഇല്ല, ഒന്നുമില്ല. വിളിക്കുന്നത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കും. സായിക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് മാറി മറിയും എന്നുള്ള കാര്യം സായിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ജാഫർ ഏജന്റ് സീക്രട്ട് ഏജന്റ് മാനസാന്തരപ്പെട്ടിട്ട് വീണ്ടും വന്ന് വെല്ലുവിളിക്കരുത് കേട്ടോ സീക്രട്ട് ഏജന്റ്. അപ്പം അവർ പറഞ്ഞ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. നമ്മൾ വിമർശിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മൾ നന്നായിരിക്കണം. അപ്പോൾ നമ്മൾ കൂടെ ഇരുന്ന ആ സായിയുടെ കാര്യം നമുക്ക് എടുക്കാം. സായി ഇത്രയും നാൾ വിമർശിച്ചു കൊണ്ടിരുന്നത് സിനിമാക്കാര്, രാഷ്ട്രീയക്കാര്, സമൂഹത്തിലുള്ള ബിസിനസ്സുകാർ, ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോൾ സായി ഈ മേഖലകളിൽ കഴിവ് തെളിയിച്ചവനോ അല്ലെങ്കിൽ ഈ മേഖലകളിൽ മികച്ചവനോ ആയിരുന്നത് കൊണ്ടായിരുന്നോ വിമർശിച്ചത്? മനസ്സിലായോ? സായി ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ജാഫർക്കയുടെ കൂടെ ഇരുന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വിമർശിക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബം നന്നായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നന്നായിരിക്കണം. അപ്പൊ സായിയുടെ പ്രവൃത്തികൾ നല്ലതായതുകൊണ്ടാണോ, സായി ആ മേഖലയിൽ കഴിവ് തെളിയിച്ചത് കൊണ്ടാണോ ഇത്രയും നാൾ വിമർശനങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്? ഉള്ള അടിയിലൂടെയുള്ള അന്തർധാരയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, പല ചാനലുകളിലും പല വീഡിയോസും വരുന്നുണ്ട്. അപ്പം ഇനി എന്തിനാണിപ്പോൾ ബിഗ് ബോസിൽ റീ എൻട്രിക്ക് പോയത്, ജാസ്മിനെ ജയിപ്പിച്ചെടുക്കാനാണെന്നൊക്കെ പലരും ഒക്കെ പറയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. നമ്മുടെ സീക്രട്ട് ഏജന്റ് അങ്ങനെയൊക്കെ ചെയ്യൂ
സീക്രട്ട് ഏജന്റ് അല്ല, കണ്ണൻ സായി അങ്ങനെയൊക്കെ ചെയ്യൂ. കണ്ണൻ സായി മാനസാന്തരപ്പെട്ട് പഴയ പോലെ ഒന്നും അല്ലടേ, നല്ല രീതിയിലൊക്കെ ആയി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ പഴയകാല ചരിത്രങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് നമ്മുടെ സായി ഏട്ടൻ വീഡിയോ ഇടാൻ ശ്രമിക്കണം എന്നുള്ള ചെറിയൊരു അഭ്യർത്ഥനയാണ് നമുക്കിതിൽ നിന്നുള്ളത്. പിന്നെ സായി ഏട്ടൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ മാനസാന്തരപ്പെട്ട കുട്ടിയാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഒരിക്കലും ഇനി ഇതുപോലത്തെ വിമർശനങ്ങളല്ല, ചൂടാകൽ, അതായത് പൊട്ടിത്തെറിക്കൽ ഉണ്ടാവരുത്. സൗമ്യമായ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. നമുക്ക് മാനസാന്തരം കിട്ടിയതാണ് ബിഗ് ബോസിൽ പോയിട്ട്. തൻ്റെ കുടുംബത്തെ, ഇത്രയും പറഞ്ഞ കുടുംബം നല്ലതായിരിക്കണം, പക്ഷേ തൻ്റെ കുടുംബത്തെ തിരിച്ചെടുത്തത്, തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർത്തത് ബിഗ് ബോസിൽ പോയാണ്. കഥയല്ലാതെ ജീവിതത്തിന് പകരം ബിഗ് ബോസ് അല്ല ജീവിതം നടത്തി കുടുംബത്തെ തിരിച്ചെടുത്ത നമ്മുടെ ബിഗ് ബോസിൻ്റെ സ്വന്തം മാനസാന്തര പുത്രൻ സായി കൃഷ്ണൻ. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ആരുടെയെങ്കിലും മെക്കിട്ട് കയറാൻ നിൽക്കണമെന്നാണ് നമ്മുടെ എളിയ അഭ്യർത്ഥന. പിന്നെ ബിഗ് ബോസ് തീരാൻ പോകുന്നേ ഉള്ളൂ എന്ന്, ഇനി ഇതിന് ശേഷമാണ് നമ്മുടെ കണ്ടന്റിന്റെ പ്രളയം. അതുകൊണ്ട് ഇത്രയും നാളും പറയാത്തൊരു കാര്യം ഞാൻ പറയുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചേക്ക്. നമുക്ക് ഇതുപോലത്തെ ചെറിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ എന്തായാലും മാനസാന്തര പുത്ര, തൻ്റെ കാര്യം താനൊന്ന് ആലോചിച്ചതിന് ശേഷം വർത്തമാനങ്ങൾ പറയുക, ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് 5 ലക്ഷവും എടുത്തുകൊണ്ട് പോകുന്ന മാനസാന്തരപുത്രൻ ഒരു കാര്യം കൂടി വിചാരിക്കുക. പഴയ വീഡിയോ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്, ആളുകളുടെ അടുത്ത് വെച്ച് ഓഡിറ്റ് ചെയ്യും. ഇപ്പോൾ വരുന്ന കമൻ്റ് ഒന്നും ബാധിക്കണ്ട. എൻ്റെ പോലോ എന്തൊരു കമൻ്റാണോ, എന്തൊരു തെറിയാണോ, ഇതുപോലൊന്നും ആളുകൾ തെറി പറയരുത് കേട്ടോ. പുള്ളിക്കാരൻ നല്ല പുത്രനായിട്ടൊക്കെ ജീവിക്കട്ടെ. അപ്പോൾ അതാണ്, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് വരുന്ന കണ്ടന്റുകളിലൊക്കെ കാണാം. ഇപ്പം എല്ലാവരും വന്നവനും നിന്നവനും ഒക്കെ ഒന്നായി. ഇപ്പം നമ്മളെപ്പോലുള്ള വീഡിയോ ഇട്ടവന്മാരൊക്കെ പുറത്ത് അല്ലേടാ പോയി. ആയിക്കോട്ടെ.